നമസ്കാരം. ഹെൽത്ത് ഫോർ ഹാപ്പിനെസ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സമീര, KMCT ഡെന്റൽ കോളേജ് മണാശ്ശേരിയിലെ മോണരോഗ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ദന്തശുചീകരണ രീതികളെ പറ്റിയാണ്. നമ്മുടെ ഓരോരുത്തരുടെ വായയിലെ പല്ലും മോണയും അതിൻ്റെ ഘടനയും ആരോഗ്യവും ഒരുപോലെയല്ല. ഓരോ വായയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ദന്തശുചീകരണ രീതിയും നമ്മുടെ വായയ്ക്ക് അനുയോജ്യമായി വേണം ചെയ്യാൻ. ദന്തശുചീകരണത്തിന് ബലപ്രയോഗമല്ല, മറിച്ച് മൃദു സമീപനമാണ് എപ്പോഴും ആവശ്യം. ദന്തശുചീകരണം വളരെ ചെറുപ്പം മുതൽ ശീലിക്കേണ്ട ഒന്നാണ്. ഒരു ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ വായ പോലും വൃത്തിയാക്കിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത്തരം കുഞ്ഞു വായകളെ ഓരോ പ്രാവശ്യവും പാൽ കുടിച്ചതിനു ശേഷം വൃത്തിയാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞു പാൽ കുടിച്ചതിനു ശേഷം അമ്മയുടെ കയ്യിൽ വൃത്തിയുള്ള ഒരു തുണി നനഞ്ഞ് ചുറ്റിയെടുക്കുക. അതിനുശേഷം തുണി പതുക്കെ വായയിലേക്ക് കയറ്റുക. വായയിലേക്ക് കയറ്റിയതിന് ശേഷം മോണയോട് ചേർന്നിട്ടുള്ള ഭാഗം ഒരു വശത്തു നിന്നും പതുക്കെ തുടച്ചെടുക്കുക. ഇതുപോലെ തന്നെ മറുവശത്തും ചെയ്യുക. കുഞ്ഞുവായയിൽ പാൽപ്പല്ലുകൾ മുളച്ചു വരുന്നത് വരെയും ഇങ്ങനെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കുഞ്ഞുവായയിലേക്ക് എപ്പോഴാണോ പാൽപ്പല്ലുകൾ ആദ്യമായി മുളച്ചു വരുന്നത്, ആ സമയത്ത് ദന്തശുചീകരണ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. മാതാപിതാക്കളുടെ വിരലിൽ ഉറ പോലെ അണിയാവുന്ന ഫിംഗർ ക്യാപ്പ് ബ്രഷുകളാണ് ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ മൃദുവായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ ഫിംഗർ ക്യാപ്പ് ബ്രഷുകൾ കുഞ്ഞുവായയിലേക്ക് പതുക്കെ കയറ്റി പാൽപ്പല്ലുകളെ വിരലുകൊണ്ട് തുടച്ചെടുക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. 2 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുമക്കളുടെ വായയിലേക്ക് എപ്പോഴാണോ പാൽപ്പല്ലുകൾ മുഴുവനായി വന്നിട്ടുള്ളത്, അതിനുശേഷം കിഡ്സ് ബ്രഷുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ പ്രായത്തിനനുസരിച്ച് ഹെഡ് സൈസിൽ വ്യത്യാസം വരുന്ന കിഡ്സ് ബ്രഷുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. പ്രായത്തിനനുസരിച്ചുള്ള ബ്രഷ് തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് ഉള്ള പേസ്റ്റും തിരഞ്ഞെടുത്ത് വേണം ദന്തശുചീകരണം നടത്തുവാൻ. ഉദാഹരണത്തിന് 2 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുമക്കളിൽ ഫ്ലൂറൈഡ് അടങ്ങാത്ത പേസ്റ്റും 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള മക്കളിൽ ചെറിയ തോതിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്ക് അനുയോജ്യമായ പേസ്റ്റ് ഹെഡിൻ്റെ പകുതി നീളത്തിലും 12 വയസ്സിന് ശേഷം മുതിർന്നവർ ഉപയോഗിക്കുന്ന പേസ്റ്റും ഉപയോഗിച്ച് തുടങ്ങാം. പേസ്റ്റ് ബ്രഷിൽ പുരട്ടിയതിനു ശേഷം പരത്തിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പേസ്റ്റ് വായിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് ആസ്വദിക്കാനുള്ള ഉത്കണ്ഠ കാരണം കുഞ്ഞു പേസ്റ്റ് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ പരത്തിയിടുമ്പോൾ പേസ്റ്റ് വായയിലെ എല്ലാ ഭാഗത്തും എത്താൻ ഇത് സഹായിക്കും. കുഞ്ഞു പല്ലുകളെ ഉഴിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ശുചിയാക്കി എടുക്കുവാൻ. വായയിലേക്ക് ബ്രഷും പേസ്റ്റും കടത്തിയതിനു ശേഷം കീഴ്ത്താടിയിലോ മേൽത്താടിയിലോ ഒരു വശത്തു നിന്നും പതുക്കെ തുടങ്ങുക. വട്ടത്തിലായിരിക്കണം കുഞ്ഞുങ്ങളുടെ വായ ശുചിയാക്കുന്നത്. അതുകൊണ്ട് 2-3 പല്ലുകൾ ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ പതുക്കെ മൃദുവായി പല്ലുകൾ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ കീഴ്ത്താടിയിലോ മേൽത്താടിയിലെയോ മോണയുടെ ഭാഗത്തും നാവിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തും ഇതേ രീതിയിൽ തന്നെ വട്ടത്തിൽ വൃത്തിയാക്കി എടുക്കാം. കുട്ടികളുടെ വായ 2 മിനിറ്റ് സമയം എടുത്ത് വേണം ബ്രഷ് ചെയ്യാൻ. ബ്രഷിംഗ് ഒരു ഉല്ലാസം തരുന്ന പ്രക്രിയയായി തോന്നുന്ന വിധം വേണം ചെയ്യിപ്പിക്കുവാൻ. മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ കുഞ്ഞുവായ ബ്രഷ് ചെയ്യാൻ പാടുകയുള്ളൂ. മാത്രമല്ല, കുഞ്ഞിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടോ വീഡിയോയോ 2 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ്. മുതിർന്ന വ്യക്തികളുടെ വായ ശുചിയാക്കുന്ന രീതി കുഞ്ഞുങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ പല്ലിൻ്റെയും മോണയുടെയും ഘടനയും ആരോഗ്യവും അനുസരിച്ച് വേണം വൃത്തിയാക്കുന്ന രീതി തിരഞ്ഞെടുക്കാൻ. തികച്ചും ആരോഗ്യപ്രദമായ ഒരു പല്ലും മോണയും ഉള്ള വായ വൃത്തിയാക്കുന്ന രീതി ആരോഗ്യമില്ലാത്ത ഒരു വായ വൃത്തിയാക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇന്ന് മിക്കപ്പോഴും നമ്മൾ കാണുന്നത് തെറ്റായ രീതിയിലുള്ള ബ്രഷിംഗ് ആണ്. അതായത് പല്ലുകൾക്ക് കുറുകെ ബ്രഷ് ചെയ്യുന്ന തെറ്റായ രീതിയാണ് പലരും ചെയ്യാറുള്ളത്. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പല്ലുകളിൽ തേയ്മാനം സംഭവിക്കുകയും മോണയിൽ നിന്നും നാരുകൾ വിട്ടുപോയി മോണ പല്ലിൻ്റെ വേരിൽ നിന്നും താഴോട്ടേക്ക് ഇറങ്ങി വിണ്ടുകീറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പല്ലുകളിൽ പുളിപ്പും പ്രത്യേകതരം മോണരോഗങ്ങളും കുറച്ചു കഴിഞ്ഞാൽ ദന്തക്ഷയം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കുറുകെ ബ്രഷ് ചെയ്യരുത്. ആരോഗ്യമുള്ള വായയിൽ ബ്രഷ് ചെയ്യുന്ന രീതി കുറുകെയല്ല, മറിച്ച് പല്ല് എങ്ങനെയാണോ നിൽക്കുന്നത് നീളത്തിൽ വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. ബ്രഷിൻ്റെ ഹെഡ് അഥവാ തല 45 ഡിഗ്രി മോണയിലേക്ക് ചെരിച്ച് വെച്ച് വേണം നമ്മൾ ബ്രഷ് ചെയ്തു തുടങ്ങാൻ. 45 ഡിഗ്രി ബ്രഷ് ചെരിക്കുന്നതിനോടൊപ്പം ബ്രഷിൻ്റെ നാരുകൾ പതിയെ മോണയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലും. ഇങ്ങനെ മോണയുടെ ഉള്ളിലേക്ക് നാരുകൾ കയറി ചെല്ലുമ്പോൾ മൃദുവായി ബ്രഷിനെ മുമ്പോട്ടും പിന്നോട്ടും നീക്കുക. 2-3 പല്ലുകൾ ഒരുമിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന രീതി തുടരാവുന്നതാണ്.
ഇതിനുശേഷം ബ്രഷിനെ പതുക്കെ പല്ലിൻ്റെ നീളത്തിൽ താഴോട്ടേക്ക് വലിച്ചെടുക്കുക. ഭക്ഷണശകലങ്ങൾ ബ്രഷിൻ്റെ കൂടെ വരുന്ന രീതിയിലായിരിക്കണം ഇത്. ഒരു താടിയിലെ ഒരു വശത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്തതിന് ശേഷം പതുക്കെ ഓരോ ഭാഗത്തേക്കും കൂടെ ബ്രഷ് ചലിപ്പിക്കുക. ഇങ്ങനെ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ വൃത്തിയാക്കി എടുക്കുക. മോണയോട് ചേർന്നിട്ടുള്ള ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതിനു ശേഷം ചവയ്ക്കുന്ന ഭാഗങ്ങൾ കുറുകെ വൃത്തിയാക്കി എടുക്കാം. ഇങ്ങനെ ബ്രഷ് ചെയ്ത രീതി ശീലിക്കാത്തവർക്ക് തുടക്കത്തിൽ പ്രയാസം തോന്നുമെങ്കിലും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇത് ശീലിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്നതാണ്. മോണരോഗങ്ങൾ ഉള്ളവരിൽ അല്ലെങ്കിൽ മോണ പല്ലിൻ്റെ വേരിൽ നിന്നും താഴോട്ട് ഇറങ്ങിയവരിൽ, മോണ വിണ്ടുകീറിയവരിൽ ബ്രഷ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. ആരോഗ്യമുള്ള ഒരു വായയിലെ മോണയിൽ എങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്നത് അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി വേണം ആരോഗ്യമില്ലാത്ത മോണ ബ്രഷ് ചെയ്തെടുക്കുവാൻ. ആരോഗ്യമുള്ള മോണയിൽ ബ്രഷിൻ്റെ നാരുകൾ മോണയുടെ ഉള്ളിലേക്കാണ് കയറ്റുന്നതെങ്കിൽ, ആരോഗ്യമില്ലാത്ത ഒരു വായയിൽ ബ്രഷിൻ്റെ നാരുകൾ മോണയുടെ പുറത്തു വേണം ഉപയോഗിക്കാൻ. പിന്നീട് 2-3 പല്ലുകളുടെ ഭാഗത്ത് ഇതേമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള വായ എങ്ങനെയാണോ ബ്രഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ ബ്രഷിനെ മുമ്പോട്ടും പിന്നോട്ടും ഇളക്കി പതുക്കെ പല്ലിൻ്റെ നീളത്തിൽ ബ്രഷ് ചെയ്ത് എടുക്കുക. ഭക്ഷണശകലങ്ങൾ മോണ മുതൽ പല്ലിൽ കൂടെ ഇറങ്ങി വരുന്ന രീതിയായിരിക്കണം ഇത്. ബ്രഷ് ചെയ്തതിനു ശേഷം നാവ് കൊണ്ട് പല്ലിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് തടവി നോക്കുക. എവിടെയെങ്കിലും ഉരസൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ ബ്രഷ് ചെയ്ത് ശുചിയാക്കേണ്ടതാണ്. ദന്തക്രമീകരണ ചികിത്സ ചെയ്യുന്ന വ്യക്തികളിൽ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വായയിൽ ഒരുപാട് ഫിക്സഡ് ആയിട്ടുള്ള ബ്രാക്കറ്റ്സ് കാണാൻ സാധ്യതയുണ്ട്. ബ്രാക്കറ്റ്സ് മാത്രമല്ല, ദന്തക്രമീകരണ ചികിത്സയുടെ ഭാഗമായി ഇലാസ്റ്റിക്സും വയറുകളും അങ്ങനെ ഒരുപാട് എക്സ്ട്രാ സാധനങ്ങൾ വായയിൽ കാണാൻ സാധ്യതയുണ്ട്. ഈ അവസരങ്ങളിൽ നമ്മൾ എക്സ്ട്രാ കെയർ എടുത്തു വേണം ബ്രഷിംഗ് ചെയ്യാൻ. നമ്മുടെ ബ്രഷിൻ്റെ ഹെഡ് മോണയിലേക്ക് ചെരിക്കുന്നതിന് പകരം പല്ലിലേക്ക് ചെരിച്ചു വേണം ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുവാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിൻ്റെ മുകളിൽ നിന്നും ബ്രാക്കറ്റ്സിൻ്റെ മുകളിൽ നിന്നും വയറുകളുടെയും ഇലാസ്റ്റിക്സുകളുടെയും മുകളിൽ നിന്നും ഭക്ഷണശകലങ്ങൾ തുടച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളുള്ള വ്യക്തികളിൽ അവരവർക്ക് അനുയോജ്യമായ ബ്രഷിംഗ് രീതി തിരഞ്ഞെടുക്കുക. ബ്രഷിംഗ് രീതി മാത്രമല്ല, ശരിയായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ബ്രഷിംഗ് ചെയ്യുവാൻ. ശരിയായ ബ്രഷും അനുയോജ്യമായ ടൂത്ത് പേസ്റ്റും ബ്രഷിംഗ് രീതിയും ഉണ്ടെങ്കിൽ വായയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാവുന്നതാണ്. പല്ലുള്ള ഒരു വായ എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധ ചെലുത്തി വേണം വെപ്പ് പല്ലുകൾ നമ്മൾ വൃത്തിയാക്കി എടുക്കുവാൻ. നമ്മുടെ വായയിൽ വെപ്പ് പല്ലുകൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും വായയിൽ വെച്ചുകൊണ്ട് വൃത്തിയാക്കാൻ പാടുന്നതല്ല. വെപ്പ് പല്ലുകൾ പ്രത്യേകം ഊരി ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ട് വേണം ബ്രഷ് ചെയ്തെടുക്കുവാൻ. വെപ്പ് പല്ലുകൾ 24 മണിക്കൂറും വായിൽ വെക്കാനുള്ള ഉപകരണങ്ങളല്ല. രാത്രികാലങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങാൻ സമയമാകുമ്പോൾ വെപ്പ് പല്ലുകൾ പ്രത്യേകം ഊരി മാറ്റി സാധാരണ വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഇട്ട് വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. രാവിലെ ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വെപ്പ് പല്ലുകൾ പാത്രത്തിൽ നിന്നും എടുത്ത് ശുചിയാക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെപ്പ് പല്ലുകൾ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും നമ്മൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിന് മുകളിൽ കൈ വെച്ച് വേണം വൃത്തിയാക്കുവാൻ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വെപ്പ് പല്ലുകൾ താഴെ വീണ് അത് പൊട്ടുവാനോ അതിലുള്ള ഏതെങ്കിലും ഒരു പല്ല് ഇളകി പോകുവാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകിൽ വാഷ് ബേസിനിൽ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷമോ, അല്ലെങ്കിൽ വ്യാസം കൂടിയ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷമോ, അല്ലെങ്കിൽ വാഷ് ബേസിനിൽ തുണി വിരിച്ചതിന് ശേഷമോ വെപ്പ് പല്ലുകൾ വൃത്തിയാക്കി തുടങ്ങാവുന്നതാണ്. വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാൻ ഒരിക്കലും ഹാർഡ് ബ്രിസിൽഡ് ടൂത്ത് ബ്രഷുകൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഹാർഡ് ബ്രിസിൽഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വെപ്പ് പല്ലുകൾ വൃത്തിയാക്കിയാൽ വെപ്പ് പല്ലിനുമേൽ ഉരസൽ വരാനും അതുമൂലം കവിളുകളെയോ നാക്കിനെയോ വ്രണപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാർഡ് ബ്രിസിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് വിപണിയിൽ വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാൻ പ്രത്യേകതരം ബ്രഷുകളും ക്ലെൻസിംഗ് ടാബ്ലറ്റുകളും ലഭ്യമാണ്. എന്നാൽ ഇത് കൂടാതെ സാധാരണ വെള്ളവും സോപ്പും സാധാരണ മീഡിയം ബ്രിസിൽഡ് ബ്രഷും ഉപയോഗിച്ച് നമുക്ക് വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാവുന്നതാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പിന് പകരം നമ്മൾ പല്ല് വൃത്തിയാക്കുന്ന പേസ്റ്റോ അപ്പക്കാരമോ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റോ ഇത്തരം ടൂത്ത് പേസ്റ്റുകളൊന്നും ഉപയോഗിച്ച് വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാൻ പാടുന്നതല്ല. വെപ്പ് പല്ലുകൾ വൃത്തിയാക്കി തുടങ്ങുമ്പോൾ നമ്മൾ വായ എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ ഒരു വശത്തു നിന്ന് തുടങ്ങി പതുക്കെ പല്ലും വെപ്പ് പല്ലിൻ്റെ മോണയുടെ ഭാഗവും വൃത്തിയാക്കി മറുവശത്തേക്ക് നീങ്ങുക. ഇതേപോലെ വെപ്പ് പല്ലിൻ്റെ മോൾ ഭാഗവും കീഴ്ഭാഗവും, അതായത് എല്ലിനോട് ചേർന്ന ഭാഗവും നാവിനോട് ചേർന്ന ഭാഗവും വൃത്തിയാക്കിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
മേൽവരിയിലെ വെപ്പുപല്ല് മിനിമം 1 മിനിറ്റ് സമയമെടുത്തെങ്കിലും വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കീഴ്വരിയിലെ വെപ്പുപല്ല് വൃത്തിയാക്കുമ്പോൾ കഴിവതും വെപ്പുപല്ല് ഉള്ളം കൈയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. ഉള്ളം കൈയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ബലം കൊടുത്ത് വെപ്പുപല്ല് നമ്മൾ തന്നെ പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കീഴ്വരിയിലെ വെപ്പുപല്ല് ഉള്ളം കൈയിൽ പിടിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു വശം നന്നായി മുറുക്കി പിടിച്ച് പതുക്കെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. വെപ്പുപല്ലുകൾ ഊരി മാറ്റി വെക്കുമ്പോൾ എപ്പോഴും സാധാരണ വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ വേണം ഇട്ടുവെക്കുവാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, വെപ്പുപല്ല് ഊരി മാറ്റി വെക്കുമ്പോൾ വെള്ളത്തിൽ മുഴുവനായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം സൂക്ഷിച്ചു വെക്കുവാൻ. ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുന്നതിനു പുറമെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഓർക്കുക, മൗത്ത് വാഷ് തുടർച്ചയായി 3 ആഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടുന്നതല്ല. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതുകൊണ്ട് ഓർക്കുക, ദന്തശുചീകരണം ചെറുപ്പം മുതൽ ശരിയായ രീതിയിൽ ശീലിക്കേണ്ടതാണ്. ദിവസവും 2 നേരം രാവിലെയും രാത്രിയും 2 മിനിറ്റ് സമയമെടുത്ത് ദന്തശുചീകരണം ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു അധ്യായവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.